അന്ന് മുതൽ അവരെ എല്ലാവരും കുള്ളനും ഭാര്യയും എന്ന് വിളിച്ചു തുടങ്ങി. പക്ഷെ അവർ രണ്ടുപേരും ഇതൊന്നും ശ്രദ്ധിച്ചില്ല. വെയിലായാലും മഴയായാലും അഭിമാനത്തോടെ ഭാര്യയുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ കുള്ളൻ നടന്നു. എന്നാൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൊസൈറ്റിയിൽ ചില ഗോസിപ്പുകളുണ്ടായി. മോറലിസ്റ്റുകളും നന്മ നിറഞ്ഞവരുമായ സൊസൈറ്റിക്കാർ കുള്ളനെയും ഭാര്യയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. സൊസൈറ്റിക്ക് അപമാനം വരുത്തിയതിനാലും ഇവർ ഇവിടെ താമസിച്ചാൽ ഇന്ത്യയുടെ ഭാവിയെ കരുപിടിപ്പിക്കേണ്ട തങ്ങളുടെ മക്കൾ പിഴച്ചു പോകുമെന്നുള്ളത് കൊണ്ടും കുള്ളനും ഭാര്യയും ഫ്ലാറ്റ് ഒഴിഞ്ഞു പോകണമെന്ന് സൊസൈറ്റി ഫത്വ പുറപ്പെടുവിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടും കുള്ളനെയും ഭാര്യയും കാണാതിരുന്നപ്പോൾ അവരിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് സൊസൈറ്റിയിലുള്ളവർ തീരുമാനിച്ചു. 4-ാം ദിവസം പുലർച്ചെ കുള്ളനെത്തി. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ലോറി പ്രതീക്ഷിച്ചിരുന്ന സൊസൈറ്റിക്കാർ കണ്ടത് മറ്റൊന്നായിരുന്നു. കുള്ളന്റെ ഫ്ലാറ്റിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അയാൾ എന്നത്തെയും പോലെ കുട ഉയർത്തിപ്പിടിച്ചിരുന്നു. ആ മനുഷ്യന്റെ കുടയ്ക്ക് കീഴിൽ ശൂന്യമായ വലിയൊരു സ്ഥലമുണ്ട്. ഭൂമിയിലുള്ള യാതൊന്നിനും നിറയ്ക്കാൻ കഴിയാത്ത വലിയൊരു ശൂന്യത.